എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പം നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? 3 തരത്തിൽ നമുക്ക് ഉടമ്പടി ആക്ടിവിറ്റി ചെയ്യാൻ പറ്റും. ഒന്നെന്താണ്? ഒന്ന് ഉടമ്പടി എടുത്തിട്ട് മറച്ചു വെക്കുക, അതാണ് 25-18. രണ്ടാമത്തേത് എന്താണ്? 17-10. ലുക്കാൻ്റെ സുവിശേഷം 17-10. 17:10 ഇതുപോലെ തന്നെ നിങ്ങളും കൽപ്പിക്കപ്പെട്ടവയെല്ലാം ചെയ്തതിന് ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ് കടമ നിർവഹിച്ചതേയുള്ളൂ എന്ന് പറയുവിൻ. ഇത് ഒരു പ്രശ്നമാണ്. ഇത് ഒരു ദാസൻ അയാൾ ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം ചെയ്യുന്നതുണ്ട്. മറ്റേത് ആദ്യത്തെ കക്ഷി എന്താ ചെയ്തത്? മറച്ചു വെച്ചു, ഒന്നും ചെയ്തില്ല, മടിയനായിട്ടിരുന്ന്. ഇപ്പം ഇയാളെന്താ ചെയ്തിരിക്കണം? 17-10 അയാൾ ഇവിടുന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തു. രോഗികളെ കാണാമില്ല, ഒരു കുഴപ്പമില്ല. പത്രം കൊടുക്കാമില്ല, പത്രം കൊടുത്ത് പെരുന്നാളിന് നോട്ടീസ് കൊടുക്കാൻ പോലെ ഓരോ പത്രം കൊണ്ട് കൊടുക്കും. കൽപ്പിക്കപ്പെട്ടു, ചെയ്തു, അത്രേ ഉള്ളൂ, തീർന്നല്ലോ. ഇത് ബയോളജിക്കല്ല, ടെക്നിക്കലാണ്. ഇതൊരു ജൈവപരമായ ഉടമ്പടിയല്ല. ശരിക്കും പറഞ്ഞാൽ ഇതൊരു സ്നേഹബന്ധത്തിൻ്റെ പേരിലുള്ളതല്ല, ഉടമ്പടി എടുത്തതിൻ്റെ പേരിലുള്ള കാട്ടിക്കൂട്ടലാണ്. ഉപവസിക്കാമല്ല, ഇത് ഉച്ചയ്ക്ക് ഞാൻ ഭക്ഷണം കഴിക്കണില്ല, തീർന്ന്. ഇങ്ങനെ എന്ത് പറയുന്നു അതനുസരിച്ചിട്ട് സ്നേഹമില്ലാതെ ചെയ്യുക. നിയമം എന്ത് പറയുന്നു, ഉടമ്പടി എന്ത് പറയുന്നു അതനുസരിച്ചിട്ട് ദൈവത്തോട് സ്നേഹമില്ലാതെ നിയമപരമായ ടെക്നിക്കലായിട്ട് സാങ്കേതികമായിട്ട് ഈ വിഷയം അങ്ങനെയുള്ള ഒരു 40% ആൾക്കാരുണ്ട് ഉടമ്പടി എടുത്തിരിക്കുന്നവർ. അവരിതെല്ലാം ചെയ്യും, പക്ഷേ വിത്തൗട്ട് ലവ്. കാര്യം ആ നിയമം അങ്ങനെ തെറ്റിക്കരുതല്ലോ. അല്ലെങ്കിൽ ഇനിയിപ്പോൾ വിളക്കാൻ ചേക്കണ പാണ്ടാകുമോ, ഞാൻ ചെയ്തേക്കാം. ആശുപത്രിയിൽ നിന്ന് അമ്മച്ചോടി ചോദിക്കണേ, വല്യമ്മച്ചി വല്യമ്മ ആശുപത്രിയിലായിരുന്നു. ഇവർക്ക് ആശുപത്രി പോകാൻ കഴിയുകയില്ല. ആശുപത്രി ആകുമ്പോൾ വേണമെങ്കിൽ 2 കിലോമീറ്റർ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഗവൺമെൻറ് ആശുപത്രിയിലാകുമ്പോൾ ഇവിടെ സ്റ്റാറ്റസിന് പറ്റത്തില്ല. വീട്ടിലാണെങ്കിൽ വല്യമ്മച്ചി രോഗിയാണ്, പോയി കണ്ടെന്നായി. അതേസമയം തന്നെ അവരുടെ വീട്ടിൽ നടന്നാൽ പോയി ഒരു ബന്ധുപുറക്കൊരു വിസിറ്റുമായി. അപ്പോൾ അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട്. അപ്പോൾ അളന്നും തൂക്കിയും രോഗികളെ കാണുന്ന സാങ്കേതിക ഉടമ്പടിക്കാരുണ്ട്. അവിടെ ദൈവസ്നേഹമില്ല, ആ നിയമം പാലിക്കപ്പെട്ടതെല്ലാം ചെയ്യുക. അപ്പോൾ അങ്ങനെ ഒരു 40% പേരുണ്ട്. നിങ്ങൾ ഉടമ്പടി ലാഗാകാൻ കാരണം നിങ്ങളുടെ ഉടമ്പടി ചിലരുടേത് സാങ്കേതിക ഉടമ്പടിയാണ്. അവർ ചെയ്യുന്നില്ലെന്ന് ചോദിച്ചാൽ ചെയ്യുന്നുണ്ട്. അവിടെ ഉടമ്പടി ഇരിക്കണ ഇരിപ്പിൽ തന്നെ വെള്ളയായി, നീലയായി, ഇരിക്കണ ഇരിപ്പിൽ ഉടമ്പടി വെള്ളയായി, വേണമെങ്കിൽ ഉടമ്പടി സിൽവർ ഗ്രേയും ആവും. സാങ്കേതികമായിട്ട് മാറിക്കൊണ്ടിരിക്കും. അവർക്ക് ദൈവസ്നേഹത്തെ വളർച്ചയില്ല. നിയമപരമായി ചെയ്യാണ്. അതാണ് 17-10 കൽപ്പിക്കപ്പെടെല്ലാം ചെയ്തതിന് ശേഷം അങ്ങനെ ഇരിക്കുന്ന ദാസന്മാരാണ്. ഇനി വേറെ ഒരു ദാസനുണ്ട് ബൈബിൾ പറയണം. അതെന്ന് പറയണത് നമ്മുടെ മത്തായി സ്ലീഹയുടെ സുവിശേഷം 5:47. മത്തായി 5:47. മത്തായി 5:47. സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളുവെങ്കിൽ വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? നിയമപരമായിട്ടുള്ള കാര്യങ്ങള്, കൽപ്പിക്കപ്പെടെല്ലാം ചെയ്ത കാര്യങ്ങള്, സഹോദരനെ സ്നേഹിക്കുന്ന കാര്യമാണ് ഈ ദൈവം പറഞ്ഞിരിക്കുന്നത് വചനത്തിൽ, അല്ലേ? നീ നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. അപ്പം അത് അയൽക്കാരനെ സ്നേഹിക്കുന്നു, അത്രേ ഉള്ളൂ. പക്ഷേ അങ്ങനെയുള്ള സഹോദരനെ മാത്രമേ നീ അഭിവാദനം ചെയ്യുന്നുള്ളെങ്കിൽ പിന്നെന്ത് ചോദിക്കണത്? വിശേഷവിധിയായി നീ എന്താണ് ചെയ്യണത്? അതാണ് ഉടമ്പടിയുടെ പ്രശ്നം. അത് ക്രാക്കാകണമെങ്കിൽ കാരണം അത് ക്രാക്കാകണമെങ്കിൽ കൽപ്പിക്കപ്പെട്ട ചെയ്താൽ മാത്രം പോരാ. പിന്നെ എന്ത് ചെയ്യണം? അവൻ പറയണ പോലെ ചെയ്യണമല്ല. അവൻ പറയണ പോലെ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ മൂന്ന് തരത്തിൽ ചെയ്യാൻ പറ്റും. ഒന്നെന്താണ്? ഒന്ന് 25:18 എന്താണ്? മറച്ചു വെക്കുക. ഉടമ്പടി പേപ്പർ വരെ അല്ലെങ്കിൽ പത്രം വരെ അലമാരി എടുത്ത് പൂട്ടി വെക്കുക, മറച്ചു വെക്കുക. രണ്ടാമത്തേത് എന്താണ്? രണ്ടാമത്തേത് കൽപ്പിക്കപ്പെടെല്ലാം ചെയ്യുക. അത് ലൂക്കാ 17:10. മൂന്നാമത്തേത് എന്താണ്? 5:47 മത്തായി സ്ലീഹ 5:47 എന്താ പറയണത്? വിശേഷ വിധിയായി നിങ്ങൾ എന്താണ് ചെയ്യണത്?
ഉടമ്പടി ഇത്തരം കാര്യങ്ങൾ കൃപാസനത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ചില ആൾക്കാർ അവരാണ് ക്രാക്ക് ചെയ്യണത്. അവരാണ് അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ത്രേസ്യക്കുട്ടിയുടെ സാക്ഷ്യം എന്ന് പറയുമ്പോൾ ത്രേസ്യക്കുട്ടി കുഷ്ഠരോഗികളെ കാണാൻ പോകും. രോഗികളെ കാണാൻ പോകാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇവിടെ. അപ്പോൾ അവർ കുഷ്ഠരോഗികളെ കാണാൻ പോകുമ്പോൾ അവർ ചെയ്യണത് എന്താണെന്ന് അറിയാമോ? എല്ലാവരും കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കും, എന്നിട്ട് പത്രം വായിച്ച് കേൾപ്പിക്കും, കണ്ണ് കാണാൻ. അതാണ് വിശേഷ വിധി എന്ന് പറയണത്. വിഷയം പറ, നമ്മൾ ഇവിടുന്ന് പറഞ്ഞിട്ടില്ല കുഷ്ഠരോഗികളെ പിടിച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പക്ഷേ ത്രേസ്യക്കുട്ടി അത് ചെയ്യണം. എന്താ കാര്യം? അവർ ഫോളോ ചെയ്യണത് മത്തായി 5:47 എന്താണ്? വിശേഷ വിധിയായിട്ടാണ് ചെയ്യണത്. ഉടമ്പടി പല തരത്തിൽ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഉടമ്പടിയിൽ പുരോഗമനം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന് തോന്നണം നിങ്ങൾ ദൈവവുമായിട്ടാണ് ഉടമ്പടി ചെയ്തിരിക്കണത്. അവർ ദൈവസ്നേഹം കൊണ്ട് വിശേഷ വിധിയായി ചെയ്തുകൊണ്ടിരിക്കും. അപ്പം വിശേഷ വിധിയായി ചെയ്താൽ എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ, വിശേഷ വിധിയായി ചെയ്തു കഴിഞ്ഞാലുള്ള ഗുണമെന്ന് പറയണത് 1 താലന്ത് 10 ആകും, 2 താലന്ത് 4 ആകും, 5 താലന്തും. ഇപ്പോൾ താലന്തിൻ്റെ കഥ പറയണില്ലേ? താലന്തിൻ്റെ കഥ പറയുമ്പോൾ കർത്താവ് എന്താ പറയണത്? ഒരു യജമാനൻ തൻ്റെ ഭൃത്യന്മാരെ വിളിച്ച് ഒരാൾക്ക് 5 താലന്ത് കൊടുത്തു. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. വായിച്ചേ മത്തായി 25:14. ഒരുവന് യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ഭൃത്യന്മാരെ വിളിച്ച് തന്റെ സമ്പത്ത് അവരെ ഭരമേൽപ്പിച്ചതുപോലെയാണ് സ്വർഗരാജ്യം. അവൻ ഓരോരുത്തന്റെയും കഴിവനുസരിച്ച് ഒരുവന് 5 താലന്തും മറ്റൊരുവന് 2-ഉം വേറൊരുവന് 1-ഉം കൊടുത്ത ശേഷം യാത്ര പുറപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഈ യാത്ര പുറപ്പെട്ടുള്ള യജമാനൻ ക്രിസ്തു തന്നെയാണ്. കർത്താവിൻ്റെ അവസാനകാല കഥകളാണിതെല്ലാം. മത്തായി 25 പറയുന്ന കന്യകമാരും അതുപോലെ തന്നെ താലന്തുമെല്ലാം ഈ കർത്താവിൻ്റെ മരണത്തിന് തൊട്ടടുത്ത മാസങ്ങളിൽ പറയുന്ന കഥകളാണ്. കർത്താവ് യാത്ര പുറപ്പെടാൻ പോകുന്നു. കർത്താവിൻ്റെ ഡെത്ത്, പാഷൻ കോൺഷ്യസ് ശക്തമാകുന്നുണ്ട് ശരിക്കും അവസാന കാലമാകുമ്പോൾ. ഇപ്പോൾ കർത്താവിനെ അറിയാൻ ഇതിനെക്കുറിച്ച് തനിക്ക് സംഭവിക്കാൻ പോകുന്നത് എല്ലാം അറിയാമായിരുന്ന യേശു എന്നൊക്കെ ബൈബിൾ പറയുന്ന ആ അർത്ഥത്തിലാണ്. ഈ കഥകളൊക്കെ പറയുമ്പോൾ തന്നെ അതിൻ്റെ അകത്തൊരു ഡെത്ത് കോൺഷ്യസ് ഉണ്ട്, ഒരു പാഷൻ കോൺഷ്യസ് തനിക്ക് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് സമ്പത്തെല്ലാം ഏൽപ്പിച്ചിട്ട് യജമാനൻ യാത്ര പുറപ്പെടുകയാണ്. പക്ഷേ യാത്ര പുറപ്പെട്ടാലുള്ള ഗുണം എന്താണ്? ഒരു പോകുകയല്ല, തിരിച്ചു വരും. യജമാനൻ തിരിച്ചു വരും. അതാണ് ഈ ത്രേസ്യക്കുട്ടി സാക്ഷ്യം പറയുമ്പോൾ പറയണത്. കൃപാസനം, ഈ പുണ്യഭൂമി കർത്താവിൻ്റെ 2-ാം വരവിനായി ഒരുക്കുന്ന പാഠശാല എന്ന് പറയും. ഞാനൊക്കെ ഈ ചേച്ചിക്ക് ഇത്രയും വരെ ജ്ഞാനമൊക്കെ എവിടെ നിന്ന് കിട്ടിയെന്ന് ഞങ്ങൾക്ക് പോലും ദൈവം ഞങ്ങളോട് പോലും അത് പറഞ്ഞിട്ടില്ല. ത്രേസ്യക്കുട്ടിയോട് പറഞ്ഞിട്ടുണ്ട്. മാതാവിനെ നേരിട്ട് കണ്ട എന്നോട് പോലും പറഞ്ഞിട്ടില്ല ഇത് 2-ാം വരവിൻ്റെ ഒരുക്കമാണെന്ന്. പക്ഷേ ത്രേസ്യക്കുട്ടിയോട് പറഞ്ഞു. എന്താ? കയ്യിലിരിപ്പത് കൊണ്ടാണ്, അവിടെ കയ്യിരിപ്പ് കൊണ്ടാണ്. കുഷ്ഠരോഗിനൊക്കെ പോയി കർത്താവാണെന്നും പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയാണ്. ത്രേസ്യക്കുട്ടി എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, അവർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു സീനിയർ നേഴ്സിംഗ് അസിസ്റ്റൻ്റാണ്. അവർ. അപ്പോൾ അവർ പറയണത് അവിടെ ഒത്തിരി ഡെസ്റ്റിറ്റ്യൂട്ട്സ് വരും. നേഴ്സിംഗ് അസിസ്റ്റൻ്റായിട്ട് അവർക്ക് ജോലിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ. അപ്പോൾ അവർ ഒത്തിരി ഡെസ്റ്റിറ്റ്യൂട്ട്സ് വരും. നിരാലംബർ, എന്താ ബന്ധുക്കളില്ലാത്തവരെ, രോഗികളെ, ബൈസ്റ്റാൻഡേഴ്സ് ഇല്ലാത്ത രോഗികൾ വരും. എല്ലാവർക്കും വീട്ടിൽ നിന്ന് വന്നവർക്കല്ല ബൈസ്റ്റാൻഡർ ഉണ്ടാകുക, വഴിയിൽ നിന്ന് വന്നവർക്ക് വല്ലതും ഉണ്ടാകുക. അപ്പോൾ അങ്ങനെ ഒരു മെഡിക്കൽ കോളേജിലാണ് ചികിത്സക്ക് വരുന്നത്. അപ്പോൾ ഈ ഡെസ്റ്റിറ്റ്യൂഷനെ കാണുമ്പോൾ ഞാൻ കർത്താവാണെന്നും പറഞ്ഞ് അങ്ങോട്ട് ചെല്ലുമെന്ന് പോരെ. ഉടമ്പടിയുടെ ബലമാണേ. എൻ്റെ മെഡിക്കൽ കോളേജിൽ ഒരു നിരാലംബരായിട്ട് ആരോരും ഇല്ലാത്ത ഒരു രോഗി വന്നത് കണ്ട ഞാൻ കർത്താവാണ്, ഈശോയാണ് വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങോട്ട് ചെന്ന് അവരോട് സംസാരിക്കും. അവരെ വിളിച്ചു കൊണ്ടുവരും ആശുപത്രി, അവർക്ക് വേണ്ട എല്ലാം ചെയ്തു കൊടുക്കുമെന്നാണ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സഹായം